ഹായ് ഉണ്ടോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മുടെ കയ്യിലുള്ള മീൻ ഉപയോഗിച്ചെന്നുള്ള ഒരു അടിപൊളി മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. നിങ്ങളുടെ കയ്യിൽ ഇനി ചാളയോ മത്തിയോ ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു മസാല വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് മീൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചൂര, കണവ, കൊഞ്ച്. കണവ എന്ന് ഉദ്ദേശിക്കുന്നത് കൂന്തലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതേ കുക്കർ വെച്ചു. കുക്കറിലോട്ട് നമ്മൾ ആദ്യം എണ്ണയാണ് വീഴ്ത്തുന്നത്. ഈ ഒരു നെയ്യ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. നല്ല ഒറിജിനൽ നെയ്യാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി സ്പൈസസുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതായത് പെരുംജീരകം, ഗ്രാമ്പു, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഏലക്ക ഞാൻ ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇടുക. പിന്നെ നമ്മുടെ പട്ട, കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഈ ഒരു പകുതി അളവിന് നാരങ്ങ എടുക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, ആ ഒരു കണക്കിനാണ് എടുക്കുന്നത്. നിങ്ങളുടെ അവിടെ കിട്ടുന്ന അരിയുടെയൊക്കെ വേവിനനുസരിച്ച് ചിലപ്പോൾ ഈ വെള്ളത്തിനൊക്കെ മാറ്റം വരും. അപ്പോൾ നല്ല അളവിൽ നിങ്ങൾക്ക് ഈ ജീരകശാല അരിയാണോ ഉള്ളതെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് വറുത്ത് കൊടുക്കുക. ഈ ഇല ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് നമ്മളെ നാട്ടിൽ രമ്പ ഇല എന്നാണ് പറയുന്നത്. ഇത് ബിരിയാണിക്കൊക്കെ ഇടുന്നതാണ്. ഈ ഒരു ഇല നമ്മുടെ എണ്ണയിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് കറിയിലിട്ടാലും ഇതിൻ്റെ മണം ഉണ്ടല്ലോ, 10 പേരറിയും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു എന്നുള്ളത്. പിന്നെ വീട്ടിൽ വന്ന് എല്ലാവരും ബിരിയാണി ചോദിച്ചാൽ എന്നെ ആരും കുറ്റം പറയുന്നത്, പക്ഷേ ഇതിൻ്റെ മണം ഉണ്ടല്ലോ മക്കളെ, ഭയങ്കര മണമാണ്. അപ്പോൾ ഞാനത് പിച്ചി അതായത് കട്ട് ചെയ്ത് അങ്ങ് ഇടുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏതാണ്ട് കഴിയാറായത് ഇത്രയും കൂടെ ഉള്ളൂ. ഇതിങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ 1.25 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരമുറി നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് നമുക്ക് ഇവനെ നല്ലപോലെ ഇളക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് അളവിലാണോ എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് അവർ 2 വിസിലടിക്കട്ടെ. അത് ആ സമയം കൊണ്ട് നമ്മളിതേ ഒരു പാൻ എടുത്ത് പാനിലോട്ട് ഞാൻ പറയാൻ മറന്നുപോയതാണ് കേട്ടോ, നമ്മൾ വേറെ ഒന്നും മാഗ്നേഷൻ ചെയ്യേണ്ടി എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്രയും മാത്രമേ മീനുകൾക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. അത് മാഗ്നേഷൻ ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ കണവയ്ക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തൊരു കാര്യം, നമ്മുടെ സവാള ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മുടെ ഒരു സവാള മൊരിയിച്ചെടുക്കുന്നുണ്ട്. സവാള മൊരിയിക്കുന്ന സമയത്ത്, അത് ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാളയ്ക്ക് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ അത് നല്ല എന്താ പറയുക, നല്ല ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ എണീറ്റ് നിൽക്കുമെന്നൊക്കെ പറയില്ലേ, അതായത് നല്ല മുരുമുരാന്നിരിക്കും, അതാണ് ഉദ്ദേശം. അപ്പം നമ്മുടെ കണവ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കൊഞ്ച്. ഇനി പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, നമ്മുടെ സവാള നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും കരിഞ്ഞു പോയതല്ല കേട്ടോ, ആ ഒരു കളർ അങ്ങനെയാണ്. ഇനി നമ്മുടെ കണവയും കൊഞ്ചൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെറും 3 അല്ലെങ്കിൽ 4 മിനിറ്റ് മാത്രമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പുതിനയാണ് കേട്ടോ. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് കുറച്ച് തള്ളാണ്, എങ്കിലും ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളിത് ചൂരയും അതുപോലെ നന്നായിട്ട് തന്നെ പൊരിച്ച്, നന്നായിട്ടല്ല, ഒരു ഷാലോ ഫ്രൈ ആണ് കേട്ടോ, ഒരുപാട് അങ്ങ് മൊരിക്കേണ്ട. ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം പൊരിച്ച്, അതായത് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് സവാള ഇട്ട് അടുത്ത പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സവാളയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊണ്ടുവരാമേ. ഇത് ഈ ഒരു എണ്ണയിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഫ്ലേവർ, അതായത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണല്ലോ, നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഞാൻ വലിയൊരു തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. തക്കാളിയും കൂടി എടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതാ നോക്കിക്കോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫിഷ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ പൊടികളുടെ എല്ലാം പച്ചക്കുത്തെന്നൊക്കെ പറയില്ലേ, പച്ചച്ചൊവ പച്ചക്കുത്ത് എന്നൊക്കെ പറയില്ല, അതുമാതിരി ഒന്ന് മാറ്റാനായിട്ട് നല്ലപോലെ ഇളക്കി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ പൊടികളൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇനി വേണ്ടത് തൈരാണ്. എൻ്റെ കയ്യിലുള്ള തൈരിന് അത്യാവശ്യം നല്ല പുളി കുറവാണ് കേട്ടോ. കുറവായതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഞാൻ തൈര് എടുത്തില്ല. ഈ മിക്സിയിൽ ആ ഒരു കറുത്ത കളർ നിങ്ങൾ വിട്ട് കളയണം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പൊടിച്ചതിലാണ് ഞാൻ തൈര് കൊടുത്തേക്കുന്നത്. തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് നിങ്ങളത് സ്പൂൺ കൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല കട്ടി തൈരാണ് കേട്ടോ, അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളി കട്ടത്തൈര് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ നല്ല
ഇതേപോലെ തൈരൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം ഇതിലോട്ടങ്ങ് പെറുക്കി പെറുക്കി വേഗം പെറുക്കി പെറുക്കി ഇടുകുട്ടി എന്ന് പറയും പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെറുക്കി പെറുക്കി അതിൻ്റെ ഓത്തങ്ങ് ഇടാം. എല്ലാം ഫിഷ് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഇതിൽ ഞണ്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ബിരിയാണിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്ന മീനുകളെന്ന് പറയുന്നത് കൊഞ്ചും ഞണ്ടൊക്കെയാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ് കൊടുക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഈ ഒരു ഗ്രേവിക്കകത്തോട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് ഒളിപ്പിച്ച് പറക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ്, അതായത് ഇതിൽ നിന്നൊക്കെ നല്ലപോലെ എണ്ണയൊക്കെ. അതിന് മുമ്പ് വേറൊരു കാര്യം മറന്നുപോയി, ഇതിലോട്ട് ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. വളരെ ഒരു 2-3 പിഞ്ച് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ നമ്മുടെ ഉള്ളി, സവാള ഗിരിഗിരി, ആ സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ഈ സവാളയുടെ ഫ്ലേവറും നമ്മുടെ തൈരും മീനും എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ അത് നോക്കിക്കോ, നല്ല രീതിക്ക് തന്നെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരും. നല്ല മണമാണ് കേട്ടോ ഈ സമയത്ത് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പം ഈ ഒരു ഗ്രേവിക്ക് നിങ്ങൾക്ക് മതിയെങ്കിൽ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഗ്രേവി അനുസരിച്ചാണ് എടുക്കുന്നത്. ഇനി കുറച്ചും കൂടെ ട്രൈ ആവണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്തൊക്കെ വന്ന് നല്ല വേർപെട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറെ ഒരു പരിപാടി. ഇതാ നമുക്കൊരു പാൻ വെച്ച് പാനിലോട്ട് നമ്മുടെ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. മസാല എല്ലാം ഇങ്ങനെ നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, നേരെ നമ്മൾ റൈസിനെ എടുത്ത് ഒറ്റ തട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യാം. അതായത് കുറച്ച് മസാല, പിന്നെ കുറച്ച് ചോറ്, വീണ്ടും മസാല, കുറച്ച് ചോറ്, അങ്ങനെയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ആ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. നേരെ മസാല എടുത്ത് തട്ടുന്നു, നേരെ ഇതേ റൈസ് എടുത്ത് തട്ടുന്നു. പിന്നെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പുതിനയിലയും പിന്നെ പുതിനയിലയും മല്ലിയുടെയും തട്ടുന്നു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവാള ഗിരിഗിരി എടുത്ത് അങ്ങ് വിതറുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് മീൻ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇട്ട്. അപ്പോൾ പറയൂ ഗൈസ്, നമ്മൾ ഓണത്തിന് മുമ്പ് തന്നെ ഓണം കൊണ്ടൊരു ബിരിയാണി, അതായത് അത്തം കൊണ്ടൊരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് തന്നെ അടിക്കുമോ ഫസ്റ്റ് പ്രൈസ്? ആർക്കറിയാമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ കൂടെ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് നെയ്യ് അവിടെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് എന്താ പറയാണ്ട ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, എൻ്റെ നല്ല കട്ടിയുള്ള നെയ്യാണ് കേട്ടോ. ഞാനിങ്ങനെ ഇളക്കിയാണ് ഇടുന്നത്, കാരണം ഫ്രഷ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പശുവുള്ള വീട്ടിൽ നിന്ന് അവർ നെയ്യ് ഡയറക്റ്റ് ഉണ്ടാക്കി നമ്മൾ ഡയറക്റ്റ് വാങ്ങുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ച് തന്നെ ഒന്ന് ദം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പരിപാടി റെഡിയായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ.